പിന്നെ സംസ്ഥാനത്തെ താപനിലയുമായി ബന്ധപ്പെട്ട ഒട്ടും ആശ്വാസകരമല്ലാത്ത വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. സംസ്ഥാനത്തെ ചൂട് കുറയുന്നു എന്നുള്ളതാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ പല ജില്ലകളിലും 2 മുതൽ 4 ഡിഗ്രി വരെ അധിക താപനില രേഖപ്പെടുത്തുന്നതിനാൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നാളെ വരെ തുടരും എന്നുള്ളത് കൂടിയാണ്. നന്ദഗോപാലിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. നന്ദു, അതായത് ചെറിയ രീതിയിൽ ഒരു ചൂട് കുറയുന്നു എന്നൊരു ആശ്വാസ വാർത്ത ഉണ്ടെങ്കിൽ പോലും ഉഷ്ണതരംഗ സാധ്യത മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത്. താപനില പലയിടത്തും മാറ്റമില്ലാതെ തുടരുമെന്നുള്ളതാണ്. ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. എന്താണ് പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ? ജിൽസി, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പകൽ സമയങ്ങളിലെല്ലാം പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കനത്ത ഉഷ്ണമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ പലരോടും സംസാരിക്കുമ്പോൾ ആ ഒരു ഉഷ്ണത്തിൽ കുറവുണ്ട്, ചെറിയ തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം ആളുകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ കനത്ത വെയിലിന് ശമനമുണ്ടാവില്ല, അല്ലെങ്കിൽ വെയിലിന്റെ കാഠിന്യത്തിന് എപ്പോഴും കുറവുണ്ടാവില്ല. പക്ഷേ ഒരു 10 മണിയോടുകൂടി തന്നെ വെയിൽ ആരംഭിച്ചാൽ നേരത്തെ നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അവരുടെ നിയന്ത്രണങ്ങളിൽ ചെറിയ ഇളവുകൾ തന്നിട്ടുണ്ടെങ്കിലും ആ നിയന്ത്രണങ്ങളൊന്നും തന്നെ എടുത്തു മാറ്റിയിട്ടില്ല. ചെറിയ ഇളവുകൾ മാത്രമാണ് ഈ നിയന്ത്രണങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവർ നേരത്തെ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ എല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്നും ദിവസവും ജില്ലാ ഭരണകൂടം ആളുകൾക്ക് നിർദ്ദേശവും നൽകുന്നുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലയിൽ എവിടെയും ഒരു വേനൽ മഴ ലഭിച്ചതായ വിവരങ്ങളുമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വേനൽ മഴ പെയ്യുകയാണെങ്കിൽ ശക്തമായ മഴ തന്നെ പെയ്യണം. ഏതെങ്കിലും തരത്തിൽ അതൊരു ചാറ്റൽ മഴയായി പോവുകയാണെങ്കിൽ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കും, അങ്ങനെ വീണ്ടും ഒരു ഉഷ്ണം വർദ്ധിക്കും. അങ്ങനെ ചൂടിന്റെ ഒരു കാഠിന്യം കൂടാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ശക്തമായ മഴ തന്നെ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അണക്കെട്ടുകളിൽ വെള്ളം കുറവാണ്, പല സ്ഥലങ്ങളിലും വെള്ളം കുറവാണ്. അപ്പോൾ ഈ വേനൽ മഴ ശക്തമായി പെയ്താൽ മാത്രമേ ഇപ്പോൾ പാലക്കാട് നേരിടുന്ന ഒരു ശുദ്ധജല ക്ഷാമമൊക്കെ പരിഹരിക്കപ്പെടുള്ളൂ. ജിൽസി.